1250. അധപ്പതിച്ച മനുഷ്യപ്രകൃതിയോടും ഉദ്ഭവപാപത്തിൻ്റെ കളങ്കത്തോടും കൂടി ജനിക്കുന്നവരാകയാൽ കുട്ടികൾക്ക് മാമോദീസായിലുള്ള പുതിയ ജനനത്തിൻ്റെ ആവശ്യമുണ്ട്. അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെടുവാനും എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മണ്ഡലത്തിലേക്ക് നയിക്കപ്പെടുവാനുമാണത്. രക്ഷയുടെ കൃപാവരം തികച്ചും സൗജന്യദാനമാണെന്നത് ശൈശവ മാമോദീസായിൽ സവിശേഷമാം വിധം പ്രകടമാക്കപ്പെടുന്നു. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിന് മാമോദീസ നൽകാതിരുന്നാൽ ദൈവത്തിൻ്റെ ശിശുവായി തീരാനുള്ള അമൂല്യമായ കൃപാവരത്തെ സഭയും മാതാപിതാക്കളും അതിനെ നിഷേധിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കത്തോലിക്കർക്കെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റൻ്റ് ആർഗ്യുമെൻ്റ് ഇതല്ലേ. അവനിപ്പോൾ വല്ലതും അറിയോ? അവൻ കുറേ പ്രായമായി ബുദ്ധിയും ബോധ്യവും വന്നിട്ട് വേണ്ടേ അവന് മാമോദീസ കൊടുക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാമോദീസയ്ക്കൊന്നും വിലയില്ല. നിങ്ങൾ പ്രായപൂർത്തിയായിട്ട് മുങ്ങി സ്നാനപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും ബോധ്യം. പക്ഷെ അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മാമോദീസ പ്രഥമമായിട്ട് മാമോദീസ എന്നല്ല, രക്ഷ തന്നെ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ആ ദാനം പ്രപഞ്ചത്തിൽ ജനിച്ച സകല ശിശുക്കൾക്കും അവകാശമാണത്. അത് അവരിൽ നിന്നും അവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്കത് ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമം അനുസരിച്ച് മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഒപ്പം നൽകുന്നു. അപ്പോൾ കുറേ പേർക്ക് അതിലും വലിയ സംശയം, ഈ വിശുദ്ധ കുർബാനയൊക്കെ കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ശിശുവായിരിക്കുമ്പോൾ മാമോദീസായിലൂടെ സകല പാപങ്ങളും വിശുദ്ധീകരിച്ചിരിക്കുമ്പോഴല്ലേ ഒരു ശിശുവിനെ വിശുദ്ധ കുർബാന ലഭിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള അവസ്ഥ. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഈശോ തന്നെ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്നും തടയരുത്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം അത് മനസ്സിലാകാത്തതുകൊണ്ട് പലരും ഇപ്പോൾ ഒന്നും വേണ്ട, അത് പിന്നീട് കൊച്ചു വലുതായി കഴിയുമ്പോൾ അതിനാവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ. കൊച്ചു സ്കൂളിൽ പോണതിനൊക്കെ നമുക്ക് പോയി നടത്തും അല്ലേ? കൊച്ച് ഏത് നഴ്സറി പഠിക്കണം, എവിടെ പോകണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാൻ നമുക്ക് ബുദ്ധിയും ബോധ്യമൊക്കെ ഉണ്ട്. പക്ഷേ കൊച്ചിന് ഇന്ന് കൊടുക്കുന്ന കാര്യത്തിൽ അത് വലുതായി കഴിയുമ്പോൾ അതിന് ഇഷ്ടമുള്ളപ്പോൾ കൊടുത്താൽ മതി എന്ന് പറയും. ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധി. സ്കൂളിൽ പോകണം, മാത്തമാറ്റിക്സും ആൾജിബ്രയൊക്കെ പഠിക്കണം, അതൊക്കെ നമ്മൾ തീരുമാനിക്കും. ദൈവിക കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അത് വലുതാവുമ്പോൾ അതിനിഷ്ടമുള്ളപ്പോൾ മാമോദീസ മുങ്ങിയാൽ മതി, അല്ലെങ്കിൽ വലുതാവുമ്പോൾ അതിനിഷ്ടമുള്ളപ്പോൾ കുർബാന സ്വീകരിച്ചാൽ മതി, നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ട. അപ്പോൾ എന്നോട് ഇതിൻ്റെ അഭിപ്രായം, കൊച്ചുങ്ങളിങ്ങനെ നിർബന്ധിച്ച് പള്ളി കൊണ്ടുപോകണോ, നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കണോ? ഒരുപാട് നിർബന്ധിക്കണ്ട. എത്ര നിർബന്ധിക്കണം? കൊച്ച് രാത്രി പറയാണ്, മമ്മി എനിക്ക് വിശക്കണില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പറയും. നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുമോ? ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ പാതിരയാകുമ്പോൾ നമുക്ക് തന്നെയാണ് പണി ഇല്ലേ? പാതിരാകുമ്പോൾ അയ്യോ എനിക്ക് വിശക്കണേ വിശക്കണേ എന്ന് പറഞ്ഞ് കേട്ടോ. ഇത് കൊച്ചിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? അപ്പോൾ കൊച്ചു പറയാണ് ഇഞ്ച് വേണ്ട അമ്മച്ചി, ഇഞ്ച് വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടിട്ടില്ല അമ്മമാർ കൊച്ചിനെ കാലുമൊക്കെ എടുത്തിട്ട് എടാ കൈയും കാലും പിടിക്കണ, എന്നിട്ട് വായിൽ വിരലിട്ട് കൊണ്ട് കൊഴിച്ചു കൊടുക്കണത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അതൊക്കെ കൊടുക്കാം. കൊച്ചിന് ഇച്ചിരി വചനവും പരിശുദ്ധാത്മാവിനെയും കൊടുക്കുന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ കൊച്ചിനെ നിർബന്ധിക്കുക എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം കൊച്ചിന് എന്ത് കൊടുക്കണം എന്നതും ദൈവം മാതാപിതാക്കളിലൂടെയാണ് അത് കൊടുക്കുന്നത്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഭൗതികമായ ശരീരത്തിൻ്റെ ഭക്ഷണം കൊടുക്കുന്നവരല്ല, മാത്രമല്ല കൊച്ചിന് ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാം അവരിലൂടെയാണ് കൊടുക്കേണ്ടത്. യെസ്, ഒരു വാക്യം കൂടി പറഞ്ഞോട്ടെ. 1272 വലിയൊരു രഹസ്യം പറയുകയാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തി
മാമോദീസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നു. മാമോദീസ മായ്ക്കാനാവാത്ത ഒരാധ്യാത്മിക മുദ്ര കൊണ്ട് ക്രൈസ്തവനെ അടയാളപ്പെടുത്തുന്നു. അതാണ് ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേരുക. ഇല്ലേ? ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണിത്. മാമോദീസായുടെ രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ പാപം തടയുന്നുവെങ്കിലും ഒരു പാപത്തിനും ഈ മുദ്ര മായ്ക്കാൻ സാധിക്കില്ല. ഒരു പാപത്തിനും ഈ മുദ്ര മായ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മുദ്ര, അതാണ് ആ മുദ്രയുടെ ശക്തി മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ മാമോദീസായിലൂടെ അല്ല, പക്ഷേ അല്ലെങ്കിൽ മാമോദീസായുടെ ഒരു മുൻ അനുഭവം പോലെയായിരുന്നു. ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ നിന്ന് വിമോചിക്കപ്പെട്ട് പോകാൻ പോവുകയാണ്. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനമാണ്. നിങ്ങൾ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ കട്ടളപ്പടികളിൽ മുദ്രകുത്തണം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രകുത്തപ്പെട്ട കട്ടളപ്പടികളിൽ ഒരു സംഹാരദൂതനും പ്രവേശിക്കുകയില്ല. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രകുത്തപ്പെടാത്ത കട്ടളപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിച്ച് ഈജിപ്തുകാരുടെ ആദ്യജാതരെ എല്ലാവരെയും നശിപ്പിക്കും. അപ്പോൾ അവർ നിങ്ങളെ ഇവിടെ നിന്ന് വിടും. നിങ്ങൾ ചെങ്കടൽ കടന്നു പോകും. അപ്പോൾ ആ ചെങ്കടൽ എല്ലാം മനസ്സിലാക്കേണ്ടത് മാമോദീസായുടെ പ്രതീകമാണ്. ആ ചെങ്കടലിൽ ദൈവം രക്ഷിച്ചു. അതോടൊപ്പം ചെങ്കടലിലൂടെ തിന്മയെ നശിപ്പിച്ചു. തിന്മയെ വെള്ളത്തിൽ നശിപ്പിച്ചു. 400 സംവത്സരം അവരെ അടിമത്വത്തിൽ വെച്ചിരുന്ന ശത്രുവിനെ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചു. അപ്പോൾ മാമോദീസായിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിലൂടെ രക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, തിന്മ നശിപ്പിക്കപ്പെടുന്നു എന്നും, കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ച കട്ടളപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. എങ്കിൽ ഇന്ന് മാമോദീസായിലൂടെ കർത്താവായ യേശുവാകുന്ന ദിവ്യ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമായ ഈ ആത്മാവിന്റെ ഉള്ളിൽ ഏത് സംഹാരദൂതൻ പ്രവേശിക്കും? പറയും. അതാണ് നമ്മുടെ വിശ്വാസം. എന്ന് പറയണു. അപ്പോൾ പഴയ നിയമത്തിൽ ഉള്ള പുതിയ നിയമത്തെ നമ്മൾ കാണണം. ഈ പുതിയ നിയമത്തിൽ നടക്കാനിരിക്കുന്നതിൻ്റെ ഒരു ഛായയാണതെല്ലാം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര ശക്തമായ ദൈവ ശക്തിയാണ് മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്നത്. അതെല്ലാം നിലനിൽക്കെ നിന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പൂർവ്വശാപമാണെന്ന് പറയുമ്പോൾ ഇതിലൊന്നും നമുക്ക് വിശ്വാസമില്ല എന്നാകും. നിന്റെ പാപങ്ങൾക്ക് നിനക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ ഈ മാമോദീസായിൽ നമുക്ക് വിശ്വാസമില്ല. ഈ മുദ്രയ്ക്ക് നമ്മളൊരു വിലയും കൊടുക്കുന്നില്ല. ഈ മുദ്രയുടെ വില മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലോ ബനാറസിലോ ഒക്കെ പോകണം. ഒരു മാമോദീസ മുങ്ങണമെങ്കിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ കളക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ മാമോദീസ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഇവിടെയൊക്കെ പോയി മുങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കിട്ടിയ മാമോദീസായെ കുറിച്ചൊരു വിലയില്ല. ഇന്ന് സിറിയയിലും അവിടെയുള്ള പ്രശ്നം എന്താണ്? നീ ക്രിസ്ത്യാനിയാണോ? ഇപ്പൊ നിന്നെ കൊല്ലും. നീ നിന്റെ ക്രിസ്തു വിശ്വാസത്തെ തിരസ്കരിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിൽ ചേരാണെങ്കിൽ നിനക്ക് രക്ഷ കിട്ടും. നിന്നെ രക്ഷ. ഞാൻ എങ്ങനെ തിരസ്കരിക്കും? എൻ്റെ മാമോദീസായുടെ മുദ്ര എനിക്ക് മടക്കി കൊടുക്കാൻ പറ്റുമോ?
അതിൻ്റെ പേരിൽ കഴുത്തറക്കപ്പെടുകയല്ലേ ചെയ്യണത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ മാമോദീസായുടെ വില? അപ്പൊ മാമോദീസായുടെ വില നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് സൗജന്യദാനമായി കിട്ടിയെങ്കിലും അതിൽ സൗജന്യദാനം ആക്കാൻ വേണ്ടി യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്തിട്ടാണ് അത് നേടിയത്. യേശുക്രിസ്തുവിന് മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് സ്നാപയോഹന്നാൻ ഇന്നലത്തെ വായനയിലെ പിന്നാന്നോട്ട് കണ്ടില്ലേ? പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് മാമോദീസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? പരിശുദ്ധാത്മാവോ? അങ്ങനെ ഒന്നിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് മാമോദീസ സ്വീകരിച്ചേ? ഞങ്ങൾ യോഹന്നാന്റെ മാമോദീസ സ്വീകരിച്ചത്. അതുപോരാ, യോഹന്നാൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിങ്ങൾക്ക് പശ്ചാത്താപത്തിന്റെ മാമോദീസ തരുന്നു. ഇനിയുള്ള മാമോദീസ പശ്ചാത്താപത്തിന്റെ അല്ല, വീണ്ടും ജനനത്തിന്റെ, പുതിയ സൃഷ്ടിയാകുന്നതിന്റെ മാമോദീസയാണ്, പരിശുദ്ധാത്മാവിലുള്ള മാമോദീസയാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ നിന്നെ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തും. ആ മാമോദീസയാണ് യേശുവിൻ്റെ പീഡാസഹനവും ഉത്ഥാനത്തിൻ്റെ യോഗ്യതയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ മാമോദീസയിലൂടെ നമ്മൾ ദൈവമക്കളാകുക മാത്രമല്ല, പുതിയ സൃഷ്ടിയായിരിക്കുന്നു, ദൈവത്തിൻ്റെ അവകാശിയായിരിക്കുന്നു, ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയായിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കുന്നു, ദൈവത്തിൻ്റെ അവയവമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Praise the Lord. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? നീതിയുടെ ഡെഫിനിഷൻ 1992 കാറ്റഗിസത്തിൽ 1992. നീതി എന്നത് സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ തന്നെ കുരിശിൽ അർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാകുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. അപ്പം എന്താണ് ദൈവനീതി? ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി സകല പാപങ്ങളിൽ നിന്നും ദൈവം നമ്മെ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. നമ്മൾ മനസ്സിലാക്കി. കൽപ്പനകൾ, ആ വചനം ഒന്നെടുത്ത് ഒന്നുകൂടി, റോമർ 3:20 പറയുന്നത്, കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ട് ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. കൽപ്പനകൾ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. തുടർന്ന് വായിക്കാം 3:21. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഈ ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നിയമത്തിലൂടെ അല്ല. എന്ത് വേണം? വേണോ നിങ്ങൾക്കത്? എങ്ങനെ അത് കിട്ടും? വിശ്വാസം വഴി കൃപയാലാണ്. വായിച്ചോ. വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് ഈ ദൈവം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എങ്ങനെ? ആദിമാതാപിതാക്കളുടെ പാപം മൂലമാണത്. ആദിമാതാപിതാക്കളുടെ പാപം മൂലം എല്ലാവരിലും ആ പാപം പടർന്ന് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള
വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാവരും പാപം ചെയ്തത് എന്തുകൊണ്ടാ? അവരുടെ കുറ്റമാണോ? അതാണ് അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യാൻ മുടിയും? പാമ്പിൻ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിഷം വന്നത് ആ കുഞ്ഞിന്റെ കുറ്റമാണോ? അത് മനസ്സിലാക്കുമ്പോഴാണ് പാമ്പിൻ കുഞ്ഞിന്റെ ഉള്ളിൽ വിഷം വന്നത് ആദിമാതാപിതാക്കൾ ചെയ്ത ആ ഉത്ഭവപാപം തലമുറകളായിട്ട് അവരിൽ പടരുന്നത് കൊണ്ടാണ്. അതിപ്പോഴും പടരുന്നു. എന്നാൽ ആ ആദിമാതാപിതാക്കൾ ചെയ്ത പാപത്തിന് യേശുക്രിസ്തു പരിഹാരം ചെയ്തു. അതാണ് ഒരു മനുഷ്യൻ മൂലമുണ്ടായ പാപത്തെ അകറ്റാൻ മറ്റൊരു മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ നീതിപൂർവമായ പ്രവൃത്തിയിലൂടെ ആ പാപത്തിനെ പരിഹാരം ചെയ്തു. കേസ് തള്ളിക്കളഞ്ഞിരിക്കണു. അതാണ് ദൈവനീതി. വിശ്വസിക്കാൻ പറ്റില്ലല്ലേ? ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ടും ഒരു സംശയമുണ്ട് ഇപ്പോഴും. ഓക്കെ, അതങ്ങനെ അങ്ങോട്ട് എളുപ്പം കിട്ടണാണോ? അപ്പോൾ പാപം ചെയ്തവന് വെറുതെ വിടണമെന്നോ? ഒരു പിഴ എടുക്കണ്ടേ? അവന് 2 കൊടുക്കണ്ടേ? അവനൊരു വാണിംഗ് പോലും കൊടുക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് പറ്റണില്ല. പക്ഷേ അബ്രാഹം, അതാണ് അബ്രാഹത്തിന് കൊടുത്ത ദാനം. എന്താണ് അബ്രാഹത്തിനോട് കൊടുത്ത ദാനത്തിൻ്റെ ആ ഉള്ളടക്കം? പാപിയെ, പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസം. ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നു. പാപിയായ മനുഷ്യന്റെ പാപം ദൈവം. അതാണ് ഫരിസേയർ മനോഭാവവും മറ്റേ മനോഭാവവും തമ്മിലുള്ള വ്യത്യാസം. ഫരിസേയർ പാപികളെ അന്വേഷിച്ച് നടന്ന് പാപത്തെക്കുറിച്ച് വലിയ നടപടികളെടുത്ത് പാപത്തെക്കുറിച്ച് അവനെ നോക്കണം, അവനെ സൂക്ഷിക്കണം കേട്ടോ, അങ്ങനെ അവൻ്റെ പുറകെ നടന്ന് പാപത്തെക്കുറിച്ച് അന്വേഷിച്ച് അതുടനെ 4 ആളോട് പറഞ്ഞ് അവനെ പരസ്യമാക്കി അവഹേളിക്കുന്നു, പരസ്യമായി കല്ലെറിയുന്നു, ശിക്ഷിക്കുന്നു. ഇതാണ് ഫരിസേയ നീതി. എങ്കിൽ ദൈവനീതി പാപിയെ അന്വേഷിക്കുന്നു, പാപിയെ കണ്ടെത്തുന്നു, ദൈവം തന്നെ അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് തൻ്റെ ജീവൻ നൽകി അവനെ രക്ഷിക്കുന്നു. കണ്ടോ വ്യത്യാസം? 2 നീതി. ഈ അടിസ്ഥാനത്തിലാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പോലും ഇല്ല. ഇത് ആദ്യമായിട്ട് നമ്മൾ പറയണേ. ഞാനിങ്ങനെ പിടിച്ചു വച്ചേക്കായിരുന്നു. എവിടെയാണ് ആ വചനം? മത്തായി 5:20. മത്തായി 5:20 എന്താ പറയുന്നത്? എവിടെ? നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇപ്പം നമ്മൾ ഇത്രയും നാളും ഒരു ഫരിസേയ നീതി, പാപം ചെയ്തവൻ ശിക്ഷിക്കണം എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ഉള്ളിൽ വച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്ന ആ നീതി നമ്മൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ ദൈവരാജ്യം വന്നിട്ടും നമുക്ക് ഒരനുഭവമില്ല, നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവരാജ്യത്തിന് നേരെ ഓപ്പോസിഷനായിട്ടുള്ള, അതായത് റൂളിംഗ് പാർട്ടി, ഓപ്പോസിഷൻ പാർട്ടി. ഒരുത്തൻ ഓപ്പോസിഷൻ പാർട്ടിയിലാണ്, അവൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ കൂട്ടുകാരനാണ്. പക്ഷെ അവൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവരോടും പറയണില്ല ഞാൻ നിന്റെ പാർട്ടിയിലാണ്. അപ്പം അവനൊരു ചാരനല്ലേ, അവനൊരു വഞ്ചകനല്ലേ? മനസ്സിലായോ? അവൻ ഒപ്പോസിഷൻ പാർട്ടിക്കാരനാ. അവനെ പക്ഷെ ഇവിടെ വന്നിട്ട് പറയാൻ ഞാൻ നിന്റെ പാർട്ടിയിലാണ്. അപ്പോൾ ഏത് പാർട്ടിയുടെ ഗുണം അവന് കിട്ടും? ഇപ്പോൾ അതാണ് ഈശോ പറയണത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന് പറയണത്. എൻ്റെ പാർട്ടിയിൽ അല്ലാത്തവൻ
എൻ്റെ എതിർ പാർട്ടിയിലാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് വേറെ പാർട്ടിയില്ല, 2 പാർട്ടിയേ ഉള്ളൂ. റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടി. റൂളിംഗ് പാർട്ടിയിലല്ലാത്തവൻ ഒപ്പോസിഷൻ പാർട്ടിയിലാണ്. അതായത് എൻ്റെ കൂടെ അല്ലാത്തവൻ ഫരിസേയനാണ്. ഫരിസേയർക്ക് എൻ്റെ കൂടെ ആകാനും പറ്റില്ല. കാരണം അവരെന്നിൽ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് എന്തിലാണ്? മോശയിലും മോശയുടെ 10 കൽപ്പനകളിലും മാത്രമാണ് വിശ്വസിക്കുന്നത്. കൽപ്പനയെ മുറുകെ പിടിച്ചാൽ രക്ഷ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു തൻ്റെ ജീവരക്തം ഒഴുക്കിയാൽ മാത്രമേ രക്ഷ കിട്ടൂ. എന്തോ ഒരു വലിയ കാര്യമാണത്. അതവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം വായിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാം. 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം എന്താ പറയുന്നത്? പ്രമാണങ്ങള് ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയും അത് ലംഘിക്കാൻ മറ്റുള്ളവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് ലംഘിക്കുകയും അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ. ഇപ്പൊ മനസ്സിലായോ ആരാണ് ചെറിയവനും വലിയവനും? സൂക്ഷിക്കണം. ഒന്നുകൂടി വായിച്ച്. ആ ചെറിയവന് എന്താ അവസ്ഥ? ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ. എന്താ അതിൻ്റെ അർത്ഥം? പ്രമാണങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രമാണങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലംഘിക്കുക എന്ന് പറഞ്ഞാൽ പാപിയാണവൻ, ഇല്ലേ? അവൻ പാപം ചെയ്യുന്നവരെന്ന് അർത്ഥം, ഇല്ലേ? ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിക്കണേ. ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ അതിലും വലിയ പാപം ചെയ്യും. ഇപ്പൊ ഇവൻ സ്വർഗരാജ്യത്തിൽ കയറുമോ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ സ്വർഗരാജ്യത്തിൽ. കണ്ടോ? അവൻ എവിടെയാണ് ഇപ്പോ? സ്വർഗരാജ്യത്തിൽ ചെറിയവനാണ്. അപ്പൊ അവനെങ്ങനെ സ്വർഗരാജ്യത്തിൽ കയറി? നീതീകരണത്തിന് അവൻ എന്ത് ചെയ്ത് കാണും? അവൻ എന്ത് ചെയ്ത് കാണണം? ആരിൽ വിശ്വസിക്കണം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പൊ അവൻ നിയമം അനുസരിക്കുന്നില്ല. നിയമം അനുസരിക്കാതിരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിലും അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ സ്വർഗരാജ്യത്തിൽ. കണ്ടോ? ആ വാക്കാണ്. അവൻ സ്വർഗരാജ്യത്തിലാണ്. അവൻ സ്വർഗരാജ്യത്തിൽ കയറി. പക്ഷെ അവിടെ ചെറിയവനാണ്. പറയാം അനുസരിക്കുന്നവൻ, അനുസരിക്കാൻ പഠിപ്പിക്കുന്നവനുമാണെങ്കിലും അവനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ സ്വർഗരാജ്യത്തിലാണ്. പക്ഷെ അവൻ ആരാണ്? വലിയവനാണ്. ഇത് ഈ ഭൂമിയിലുള്ള അവസ്ഥയാണ്. പക്ഷേ അവസാനം എന്ത് സംഭവിക്കും? സ്വർഗരാജ്യത്തിൽ കയറി, രണ്ടുപേരും സ്വർഗരാജ്യത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താ? ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, എല്ലാരും നിൻ. അപ്പോ ഈ ചെറിയവരും വലിയവരെന്ന് പറയണത് സ്വർഗരാജ്യത്തിൽ. ഒരു വാക്ക് ഇതാണ്, സ്വർഗരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. 2 കൂട്ടർക്കും വിശ്വസിക്കാം. പാപം ചെയ്യുന്നവനും വിശ്വസിക്കാം, പാപം ചെയ്യാത്തവനും വിശ്വസിക്കാം. ഒരു പാപവും ചെയ്യാതെ ഈ 10 പ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുന്നത് കൊണ്ട് ഒരുവൻ ദൈവരാജ്യത്തിൽ കയറില്ല. എങ്ങനെയാണെങ്കിലും കയറുള്ളൂ? അവൻ യേശുവിൽ വിശ്വസിക്കണം. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അതേസമയം അവനൊരു പാപവും ചെയ്യാത്തത് കൊണ്ട് അവൻ സ്വർഗരാജ്യത്തിൽ ആരാണവൻ? വലിയവൻ. എന്നാൽ അതേ സമയത്ത് വേറൊരുത്തൻ ബലഹീനതകളാണ്. അവന് ഇപ്പോഴും പാപം ചെയ്യാൻ, പാപത്തിൽ നിന്ന് അകലാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവനും ദൈവരാജ്യത്തിൽ കയറും. പക്ഷെ അവന്
ചെറിയവൻ. പക്ഷെ ഈ ചെറിയവനും വലിയവനും തമ്മിൽ ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മരണശേഷം ഈ ചെറിയവനും വലിയവനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇത് രണ്ടും പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാര്യം മൂന്നാമത്തെ പോയിന്റാണ്. എന്താ മൂന്നാമത്തെ പോയിന്റ്? 20-ാമത്തെ വചനം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. അപ്പം അതിനു മുമ്പ് പറഞ്ഞ ആദ്യത്തെ കേസിൽ ഒരാൾ പാപിയാണ്, നിയമം അനുസരിക്കുന്നില്ല. പക്ഷേ അവൻ ഏത് നീതിയിൽ വിശ്വസിക്കുന്നു? യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. പക്ഷേ യേശുവിൽ വിശ്വസിക്കാതെ, യേശു നൽകുന്ന സൗജന്യമായ പാപമോചനം സ്വീകരിക്കാതെ, സ്വന്തം ശക്തി കൊണ്ട് 10 പ്രമാണങ്ങൾ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് പാലിച്ചും അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഫരിസേയരുടെ നീതി. അപ്പോൾ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി പോലെയാണ് നിന്റെ നീതിയെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലും ഇല്ല. മറ്റേ 2 കേസുകാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. എന്തുകൊണ്ട് പ്രവേശിച്ചു? ഒറ്റ കാരണം കൊണ്ട് പ്രവേശിച്ചു: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇതിപ്പോഴും മുഴുവനും മനസ്സിലാവില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. അത് നമുക്കിവിടെ നിർത്താം. നമുക്കൊന്നുകൂടി സ്തുതിച്ച് പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ജ്ഞാനം നൽകണേ. ദൈവമേ ജ്ഞാനം നൽകണേ. ദൈവനീതിയെക്കുറിച്ച്, ദൈവരാജ്യത്തിൽ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി പോലെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. ഞങ്ങളാരും ആ ഫരിസേയ നീതി അല്ല ഇപ്പോൾ. ഞങ്ങൾ കർത്താവേ അങ്ങയുടെ നീതിയിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തു എന്നും ഞങ്ങളിൽ ഇനി ആദിമാതാപിതാക്കളുടെയോ ഞങ്ങളുടെ തന്നെ പാപത്തിൻ്റെയോ യാതൊരു സ്വാധീനവുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവമക്കളാണ്. ഞങ്ങൾ വെള്ളം വീഞ്ഞാക്കിയ പോലെ രൂപാന്തരിക്കപ്പെട്ടവരാണ്. എങ്കിലും ഞങ്ങളിൽ ഇനിയും രൂപാന്തരീകരണം ആവശ്യമുണ്ട്. ഞങ്ങളിലുള്ള പുതിയ സൃഷ്ടിയാകുന്ന പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. സ്തുതിക്കാം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ധൈര്യമായിട്ട് ചോദിച്ചോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒന്നുകൂടി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നമുക്കത് ചായ കുടിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെന്തെങ്കിലും? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ അപ്പോൾ ഇവിടെ നീതിമാൻ എന്ന് പറയണത് ആരാ? ഏത് നീതിയാ? നീതിമാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീതിമാനാണെങ്കിൽ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു. അതാണ് നീതിമാൻ എന്ന് പറയുന്നത്. ഫരിസേയ നീതിയിലുള്ള ആളായിരിക്കും. ഫരിസേയ നീതിയിലുള്ള ആൾ രക്ഷപ്പെടില്ല. രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ യേശുവിൽ വിശ്വസിക്കുമ്പോഴേ രക്ഷപ്പെടും. അങ്ങനെയെങ്കിൽ പാപി എന്ത് ചെയ്യണം? പാപി യേശുവിൽ വിശ്വസിക്കണം. അതാണ് നമ്മൾ സങ്കീർത്തനം 34
നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവിടെയെല്ലാം നീതിമാൻ അവിടെ യേശുവാണ് ആ നീതിമാൻ. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ നീതിമാൻ എന്ന് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈശോ പ്രാർത്ഥിക്കുകയാണ്, നീതിമാനായ പിതാവേ. കണ്ടോ? അപ്പോൾ ഏത് നീതിമാനാണ്? ഫരിസേയർ പറയും ഞങ്ങൾ നീതിമാന്മാരാണ്, കാരണം ഞങ്ങൾ മോശയുടെ നിയമം കൃത്യമായിട്ട് അനുസരിക്കുന്നവരാണ്. അവരൊക്കെ പാപികളും, അവരൊക്കെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളുമോ? അവരോട് യാതൊരു ബന്ധം പാടില്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഓരോ അവസ്ഥയിലും ദൈവനീതി എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവനീതി എന്താണ്? ഒരുവൻ എത്ര വലിയ പാപിയാണെങ്കിലും അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ പത്രോസ് പറയുന്ന നീതി എന്ന് പറയുന്നത്, നീതിമാന്മാർ കഷ്ടിച്ച് സ്വർഗത്തിൽ കയറും എന്ന് പറയുന്നത് ഫരിസേയ നീതിയുള്ളവരാണ്. അവർ സ്വർഗത്തിൽ കയറില്ല. കയറണമെങ്കിൽ എങ്ങനെ വേണം? യേശുവിൽ വിശ്വസിക്കണം. ഇപ്പം ഈ ചേച്ചി ചോദിച്ചതിൻ്റെ ഉത്തരവ് ഇങ്ങനെയാകാം. അതായത് ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നു. ഇടർച്ച വരുത്തുന്നത് ആരാ? ഫരിസേയരാണ്. അവർ പറയാണ്, നീ ഇങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലൊന്നും നീ സ്വർഗത്തിൽ കയറില്ല. നീ 10 പ്രമാണവും പാലിക്കണം, നീ പരിച്ഛേദനം ചെയ്യണം. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മാമോദീസായിലൂടെ അവൻ്റെ ആത്മാവിൽ പരിച്ഛേദനം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയണത്. നമ്മളിപ്പോഴും ഈ 10 പ്രമാണങ്ങളും ആ പ്രമാണങ്ങളുടെ വിശദീകരണത്തിൻ്റെ വലിയ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു യഹൂദനല്ലേ ആവുന്നുള്ളൂ. അവരും അങ്ങനെയല്ലേ ചെയ്തത്? അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പുറകോട്ട് പോയേ? നമ്മൾ മുന്നോട്ടല്ലേ പോകേണ്ടത്. മുന്നോട്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഒറ്റ വിശ്വാസം മതി. വിശ്വസിക്കുമ്പോൾ അത് കംപ്ലീറ്റ് പോയി. എന്ത് പോയി? പാപം പോയി. പാപം എവിടെ പോയി? യേശുക്രിസ്തു ഏറ്റെടുത്തു. ഈ കാര്യങ്ങളൊന്നും ആരും പഠിപ്പിക്കാനില്ല. ഇത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കൃത്യമാണ്. അതുകൊണ്ടാണ് പൗലോസിനെ അങ്ങനെ ഒരു അപ്പസ്തോലനായി കർത്താവ് എടുത്തത്. എങ്ങനത്തെ അപ്പസ്തോലനെ? ഒരു ഫരിസേയനെ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായിട്ട് എടുത്തത്. പഴയ നിയമവും ആ പഴയ നിയമത്തിലെ ഫരിസേയ മനോഭാവം ശക്തമായി പുലർത്തിയിരുന്ന ഒരാളെ യേശുവിൻ്റെ പുതിയ നിയമത്തിലേക്ക് യേശു തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ കംപ്ലീറ്റ് മാറിയോ ഇല്ലയോ? അതാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ട. ഒരു പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നിങ്ങൾ മുഴുവനും വായിക്കണം. ഇപ്പം ഇന്നലെ എനിക്കൊരു സഹോദരി ഒരു മെയിൽ അയച്ചു. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇപ്പോഴാണ് റോമാക്കാരുടെ ലേഖനം മനസ്സിലായത്. ഇനി നിങ്ങളത് വായിക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. അപ്പോൾ റോമാക്കാർക്കും എഴുതിയ ലേഖനങ്ങളിൽ ഇപ്പം 3-ാം അധ്യായം നമ്മൾ കേട്ടു. 4-ാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ വിശ്വാസം. 5-ാം അധ്യായത്തിൽ ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. 5-ാം അധ്യായത്തിൽ 17 പറയും, നിങ്ങളുടെ പാപം പരിഗണിക്കാതെ ക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷ നൽകി. പാപം പരിഗണിക്കാതെ. അതാണ് കുർബാനയിൽ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവേ, don't look at our sins but look at the faith of your church and grant us peace. ഞങ്ങളുടെ പാപം പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തിൽ തിക്കൻ പാർത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ. പാപത്തെ പരിഗണിക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് എന്തി പറയണേ? പാപത്തെ പരിഗണിക്കാതെ എന്നോ? കുർബാനയിൽ പറയണതാ. പാപത്തെ യേശുക്രിസ്തു പരിഗണിച്ചോ? അവൻ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും എല്ലാവർക്കും സമാധാനം നൽകാനാണ് അവൻ വന്നത്. 5-ാം അധ്യായം. 6-ാം അധ്യായം
ഈ മാമോദീസായിലൂടെ നമ്മൾ യേശുവിൻ്റെ, റോമറിൽ 6-ാം അധ്യായം, മാമോദീസായിലൂടെ നമ്മൾ യേശുവിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പുതിയ സൃഷ്ടിയാവുന്നത്. 7-ാം അധ്യായത്തിൽ പറയാണ്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിൽ പാപം വസിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? കർത്താവായ യേശുക്രിസ്തു. നിയമമൊക്കെ എനിക്കറിയാം, നിയമം എനിക്കറിയാമെങ്കിലും ഞാൻ ചെയ്തു പോകുന്നത് ഇച്ഛിക്കാത്ത നന്മ. 8-ാം അധ്യായമാണ് പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ 8-ാം അധ്യായം. അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന പോലെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിൽ നീ മാരകമായ ഒരു പാപം ചെയ്താൽ പോലും ആ പാപത്തിന് നിന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പാപം ചെയ്യട്ടെ, അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. അപ്പൊ നമ്മൾ സത്യം അറിയുന്നില്ല. റോമർ 8:10 പറയുന്നത് എന്താ? നിങ്ങളുടെ ശരീരം പാപം മൂലം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തു ഉള്ളവനാണ്. അതാണ്, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. എന്നിട്ടാണ് 8:11 എല്ലാവരും ഒന്ന് പറഞ്ഞ്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഇത് 990-ലും 99-ലും നമ്മുടെ ധ്യാനത്തിൽ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? അത് തന്നെയാണ് ഇപ്പോഴും പറയണത്. പക്ഷേ ഇപ്പൊ കേൾക്കുമ്പോൾ ബ്രദർ അതിനേക്കാളൊക്കെ കുറെ വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സംഭവം.